السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, പരിശുദ്ധ ഖുർആനിലെ വളരെ ശ്രദ്ധേയമായ അധ്യായമായ 55-ാം അധ്യായം സൂറത്തുർ റഹ്മാനിൻ്റെ വിശദീകരണത്തിന് ശേഷം പരിശുദ്ധ ഖുർആനിലെ 56-ാമത്തെ അധ്യായം സൂറത്തു അൽ വാഖിഅ, ഇൻഷാ അല്ലാഹ് ഈ അധ്യായമാണ് നമുക്ക് പഠിക്കുവാനും അറിയുവാനുമുള്ളത്. സൂറത്തു അൽ വാഖിഅ. അൽ വാഖിഅ എന്ന് പറഞ്ഞാൽ ആ സംഭവം, അല്ലെങ്കിൽ മഹത്തായ സംഭവം, ആ പ്രത്യേക സംഭവം എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. അൽ വാഖിഅ. ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിലെ 1-ാമത്തെ ആയത്തിൽ തന്നെ അതിനെ സംബന്ധിച്ച് പറയുന്നത് കൊണ്ടാണ് അൽ വാഖിഅ എന്ന് ഈ അധ്യായത്തിന് പേര് ലഭിച്ചിട്ടുള്ളത്. ഖിയാമത്ത് നാളിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സംഭവം എന്നാൽ ഉദ്ദേശിക്കപ്പെടുന്നത് ഖിയാമത്ത് നാളാണ്. ഈ അധ്യായം മക്കയിലാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 96 ആയത്തുകളാണ് ഈ അധ്യായത്തിലുള്ളത്. അപ്പോൾ 96 ആയത്തുകളുള്ള മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിലെ 56-ാം അധ്യായം സൂറത്തു അൽ വാഖിഅ ആണ് നാം പഠിക്കാൻ പോകുന്നത്. വളരെ ഗൗരവമേറിയ വിഷയങ്ങളാണ് ഈ അധ്യായം കൈകാര്യം ചെയ്യുന്നത്. ഖിയാമത്ത് നാൾ, അന്നേ ദിവസം മഹ്ശറിൽ വിഭജിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട 3 വിഭാഗങ്ങൾ, സ്വർഗത്തിലെ സുഖാനുഗ്രഹങ്ങൾ, നരകത്തിൻ്റെ ഭയാനകത, അള്ളാഹുവിൻ്റെ ഏകത്വവും അവൻ്റെ മഹത്വവും സ്ഥാപിക്കുന്ന ചില ചോദ്യങ്ങൾ, അവയുടെ മറുപടികൾ, പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം വിശദീകരിക്കുന്ന ആയത്തുകൾ, മരണമാസന്നമാകുന്ന സമയത്തുള്ള ഒരാളുടെ അവസ്ഥ തുടങ്ങി ഗൗരവപ്പെട്ട വിഷയങ്ങളാണ് ഈ അധ്യായം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ഖാല അബൂബക്രിൻ റളിയല്ലാഹു അൻഹു യാ റസൂലല്ലാഹ് ഖദ് ശിബ്ത. അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങൾക്ക് വയസ്സായല്ലോ, അഥവാ നിങ്ങളുടെ മുടി ചിലതൊക്കെ നരച്ചു തുടങ്ങിയല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ശയ്യബത്നി, എൻ്റെ മുടി നരയ്ക്കാനുള്ള കാരണം, എനിക്ക് വയസ്സാവാനുള്ള കാരണം ഹൂദുൻ, സൂറത്തു ഹൂദാണ്. വൽ വാഖിഅ, സൂറത്തുൽ വാഖിഅയാണ്. വൽ മുർസലാത്ത്, സൂറത്തുൽ മുർസലാത്താണ്. വ അമ്മ യതസാഅലൂൻ, സൂറത്തുൻ നബഅആണ്. വ ഇദ ശംസു കുവ്വിറത്ത്, സൂറത്തു തക്വീറാണ്. എന്ന് പറഞ്ഞാൽ സമാനമായ അധ്യായങ്ങളാണ് ഉദ്ദേശം. ഖിയാമത്ത് നാളിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗനരകങ്ങളെ സംബന്ധിച്ചും വിശദീകരിക്കുന്ന അധ്യായങ്ങൾ. ആ അധ്യായങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ടാണ് എൻ്റെ മുടി നരച്ചുപോയതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത്രയും ഗൗരവമുള്ളതാണ്
ഈ അദ്ധ്യായം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ നമസ്കാരങ്ങളിൽ ഈ അദ്ധ്യായം പ്രത്യേകം ഓതാൻ ശ്രദ്ധിച്ചിരുന്നു. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജാബിർ ഇബ്നു സമറഹ് റളിയല്ലാഹു തആല സമുറഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കും. താബിയങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അസ്സലവാതി കനഹ്വിൻ മിൻ സ്വലാത്തിക്കുമുല്ലത്തി തുസല്ലൂനൽ യൗം, ഇന്ന് നിങ്ങൾ നമസ്കരിക്കുന്ന ഈ നമസ്കാരങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ നമസ്കരിക്കും. വലാകിന്നഹു കാന യുഖഫിഫ്, അള്ളാഹുവിൻ്റെ റസൂൽ ഇമാമായി നിൽക്കുമ്പോൾ തഖ്ഫീഫ് ചെയ്യാറുണ്ടായിരുന്നു. ആളുകൾക്ക് സൗകര്യത്തിനു വേണ്ടി ലഘുവായി നമസ്കരിക്കുമായിരുന്നു. കാനത്ത് സ്വലാത്തുഹു അഖഫ മിൻ സ്വലാത്തിക്കും, നിങ്ങളുടെ നമസ്കാരത്തേക്കാൾ ലഘുവായിരുന്നു റസൂലുള്ളാഹിയുടെ നമസ്കാരം സല്ലല്ലാഹു അലൈഹി വസല്ലം. വകാന യഖറഉ ഫിൽ ഫജ്രി അൽ വാഖിഅത വനഹ്വഹാ മിനസ് സുവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നമസ്കാരത്തിൽ സൂറത്തുൽ വാഖിഅയും അതുപോലെയുള്ള അധ്യായങ്ങളുമായിരുന്നു പാരായണം ചെയ്തിരുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ചില ഖാരിഇങ്ങൾ ഇമാമായി നിൽക്കുമ്പോൾ സൂറത്തുൽ ബഖറയും അങ്ങനെ വലിയ വലിയ സൂറത്തുകൾ ഓതിയപ്പോഴാണ് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂൽ ലഘുവായിട്ടാണ് നമസ്കരിച്ചത്. പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന ലഘുവായ അവസ്ഥയല്ല, മറിച്ച് സൂറത്തുൽ വാഖിയ പോലെയുള്ള അധ്യായങ്ങൾ 4.5 പേജോളം വരുന്ന, അല്ലെങ്കിൽ 2.5 പേജ് വരുന്ന, 3 സഫുകളൊക്കെ വരുന്ന അധ്യായങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ റക്അത്തിലും പാരായണം ചെയ്തിരുന്നു. എന്നാൽ ഓരോ കാലഘട്ടത്തിലെയും ആളുകളുടെ മാനസികാവസ്ഥ അനുസരിച്ച് ഖിറാഅത്തിൽ തഖ്ഫീഫ് വരുത്തേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ലഘുത്വം വരുത്തേണ്ടതാണ്. ആളുകൾ കൂടുതൽ ഉൾക്കൊള്ളുകയില്ല എന്ന് തോന്നുമ്പോൾ അവിടെ ഒരിക്കലും ഖിറാഅത്തിനെ ദീർഘിപ്പിക്കുവാൻ പാടില്ലാത്തതാണ്. ലഘുവായി വേണം നമസ്കരിക്കാൻ. ഇത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ വാഖിയ പോലെയുള്ള അധ്യായങ്ങൾ നമസ്കാരത്തിൽ പാരായണം ചെയ്ത് ജനങ്ങളെ കേൾപ്പിക്കാറുണ്ടായിരുന്നു. സൂറത്തുൽ വാഖിയയുടെ ഫദ്ലുമായി ബന്ധപ്പെട്ട് സാധാരണ നിലക്ക് പ്രചാരത്തിലുള്ള ഒരു ഹദീസാണ്, മൻ ഖറഅ സൂറത്തുൽ വാഖിഅ കുല്ല ലൈലത്തിൻ ലം തുസിബ്ഹു ഫാഖത്തുൻ അബദ, സൂറത്തുൽ വാഖിഅ എല്ലാ രാത്രിയിലും പാരായണം ചെയ്താൽ അവർക്ക് ഒരിക്കലും ദാരിദ്ര്യം പിടികൂടുകയില്ല എന്ന ഒരു ഹദീസ് പ്രചാരത്തിലുണ്ട്. അങ്ങനെ ഒരു ഹദീസ് ഉണ്ടെങ്കിലും വഖദ് ഇജ്തമഅ അലാ ദഅഫിഹി, അത് ദുർബലമാണ് എന്ന വിഷയത്തിൽ ഹദീസിൻ്റെ വിഷയത്തിലെ വലിയ പണ്ഡിതന്മാർ യോജിച്ചിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം അബൂ ഹാത്തിം, അതേപോലെ തന്നെ ഇമാം ദാറുഖുത്നി, ഇമാം ബൈഹഖി, ഇബ്നുൽ ജൗസി തുടങ്ങിയ പണ്ഡിതന്മാരും മറ്റു മുഹദ്ദിസുകളുമൊക്കെ ഈ ഹദീസ് ദുർബലമാണ്, ധാരാളം കാരണങ്ങൾ കൊണ്ട് ദുർബലമായ ഹദീസാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു നിലക്ക് ഒരു വജ്ഹിലും ഈ ആശയം സ്ഥിരപ്പെടാത്തത് കൊണ്ട് തന്നെ ദാരിദ്ര്യം മാറുമെന്ന് വിചാരിച്ച് സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യൽ ശരിയല്ല എന്നാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബah خافضة رافعة إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا وكنتم أزواجا ثلاثة فأصحاب الميمنة ما أصحاب الميمنة وأصحاب
അസ്ഹാബുൽ മശ്അമതി മാ അസ്ഹാബുൽ മശ്അമ والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين على سرر موضونة متكئين عليها متقابلين إذا وقعت الواقعة وقع എന്ന് പറഞ്ഞാൽ സംഭവിക്കുക, വന്നു ഭവിക്കുക, സംഭവിക്കുക. അതിനാണ് വഖഅ എന്ന് പറയുന്നത്. യഖഉ വുഖൂഅൻ, വഖഅ യഖഉ വുഖൂഅൻ, സംഭവിക്കൽ. വാഖിഅ എന്ന് പറഞ്ഞാൽ സംഭവം, വാഖിഅ സംഭവം. അൽ വാഖിഅ എന്ന് പറഞ്ഞാൽ ആ മഹത്തായ സംഭവം, ആ മഹത്തായ സംഭവം. ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാ പറയുന്നത്, ഇദാ നസലത് സൈഹത്തുൽ ഖിയാമ, ഖിയാമത്ത് നാളിൻ്റെ ഘോര ശബ്ദം വന്നാൽ, ഖിയാമത്ത് നാളിൻ്റെ ഘോരമായ ശബ്ദം വന്നു കഴിഞ്ഞാൽ എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ കാണാം, യൗമ യസ്മഊന സ്വൈഹത ബിൽ ഹഖ്, സത്യപ്രകാരം ആ വലിയ ശബ്ദം അവർ കേൾക്കുന്ന ദിവസം. പ്രത്യേകിച്ചും ഭൂമി കുലുങ്ങുമ്പോഴും മറ്റുമൊക്കെ ഒരു വലിയ ശബ്ദമാണ് ആദ്യം കേൾക്കുക. ഇദാ നസലത് സ്വൈഹത്തുൽ ഖിയാമ, ഖിയാമത്ത് നാളിൻ്റെ ശബ്ദം. ഒരു ഉരുൾ പൊട്ടുമ്പോഴേക്ക് ആ നാട്ടുകാർ പറയുന്നത് എന്താണ്? ഒരു വലിയ ശബ്ദം കേട്ടു അതാണ്. അപ്പോൾ ലോകം അവസാനിക്കുമ്പോഴുള്ള ശബ്ദം എത്രയായിരിക്കും? ഭൂമിയുടെ വളരെ ചെറിയ ഒരു മണ്ണ് ഇടിഞ്ഞപ്പോഴുണ്ടായ ശബ്ദം വളരെ വലുതാണെങ്കിൽ ഈ ഭൂമി തന്നെ പ്രകമ്പനം കൊള്ളുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം വളരെ വലുതായിരിക്കും. വദാലിക ഹീന യുൻഫഖു ഫിസ്സൂരി ലിഖിയാമിസ് സാഅ, അന്ത്യസമയം നിലവിൽ വരാൻ വേണ്ടി സൂർ എന്ന കാഹളത്തിൽ ഇസ്രാഫീൽ എന്ന മലക്ക് ഊതുമ്പോഴാണ് ആ ശബ്ദമുണ്ടാകുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അൽ വാഖിഅതു വത്താമ്മതു വസ്സാഖ വനഹ്വു ഹാദാ മിൻ അസ്മാഇൽ ഖിയാമ അള്ളമഹുല്ലാഹ് വഹദ്ദറഹു ഇബാദഹു. അൽ വാഖിഅ, അത്താമ്മ, അസ്സാഖ, അൽ ഹാഖ, അൽ ഖാരിഅ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പേരുകളുണ്ട്. ഈ പേരുകളെല്ലാം ഖിയാമത്ത് നാളിൻ്റെ പേരാണ്. അള്ളാഹു അതിൻ്റെ വലിപ്പം പറയുകയും അവൻ്റെ അടിമകളെ അതിലൂടെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നു. അതാണ് ആ ഭയങ്കര സംഭവം എന്നാണ്. ഇദാ വഖഅത്തിൽ വാഖിഅ, ആ ഭയങ്കര സംഭവം സംഭവിച്ചാൽ, ഇദാ എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചാൽ, അങ്ങനെ ആയാൽ. ഇദാ വഖഅത്തിൽ വാഖിഅ, ആ ഭയങ്കരമായ സംഭവം സംഭവിച്ചാൽ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അൽ വാഖിഅ മിൻ അസ്മാഇ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൻ്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ് അൽ വാഖിഅ. സുമ്മിയത് ബിദാലിക ലിതഹഖുഖി കൗനിഹാ വവുജൂദിഹാ, അതിന് ആ സംഭവം എന്ന് പേരിടാനുള്ള കാരണം തന്നെ അത് നിർബന്ധമായും സംഭവിക്കുമെന്ന അതിൻ്റെ വുജൂദിൻ്റെ ഉറപ്പ് കൊണ്ടാണ്, സത്യത കൊണ്ടാണ്, തഹഖുഖ് കൊണ്ടാണ്. കമാ ഖാല തആല ഫയൗമഇദിൻ വഖഅത്തിൽ വാഖിഅ, സൂറത്തുൽ ഹാഖയിൽ കാണാം. ഫയൗമഇദിൻ, അന്നേ ദിവസം, വഖഅത്തിൽ വാഖിഅ, ആ ഭയങ്കരമായ സംഭവം സംഭവിക്കുന്നതാണ്. അപ്പോൾ അൽ വാഖിഅ ഖിയാമത്ത് നാളിൻ്റെ പേരാണ്. ഇദാ വഖഅത്തിൽ വാഖിഅ, ആ ഭയങ്കരമായ സംഭവം ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ, ലൈസ ലിവഖഅതിഹാ കാദിബ, ലൈസ ഇല്ല, ലിവഖഅതിഹാ അതിൻ്റെ സംഭവ്യതക്ക്, സംഭവ്യത, അതിൻ്റെ വഖഅത്ത്, കാദിബ അതിൻ്റെ സംഭവ്യതക്ക് ഒരു മാനിഅ, ഒരു തടസ്സവും ഉണ്ടാവുകയില്ല.
കദബ എന്ന് പറഞ്ഞാൽ കളവാക്കുക, തള്ളിക്കളയുക ഇല്ല എന്ന് പറയലാണ്. കാദിബത്ത് എന്ന് പറഞ്ഞാൽ ഇബ്നു ജരീർ അത്ബരി റഹിമഹുല്ല അദ്ദേഹം പറയുന്നത് വൽ കാദിബത്തു ഫീ ഹാദൽ മൗദിഇ മസ്ദറുൻ മിസ്ലുൽ ആഖിബ വൽ ആഫിയ. പര്യവസാനത്തിന് ആഖിബ എന്ന് പറയുന്നത് പോലെ, സൗഖ്യത്തിന് ആഫിയ എന്ന് പറയുന്നത് പോലെ, കാദിബ എന്ന് പറഞ്ഞാൽ വല മർദൂദിയ വല മസ്നവിയ. അതിന് തക്ദീബില്ല, അതിനെ കളവാക്കുന്ന ഒന്നുമില്ല. അതിന് മസ്നവിയത്തില്ല, അഥവാ റുജൂഇല്ല, അതിനൊരു മടക്കമില്ല. മർദൂദിയ, അതിന് മർദൂദിയത്തില്ല എന്ന് പറഞ്ഞാൽ അതിനെ റദ്ദ് ചെയ്യുന്ന, അതിനെ തടയുന്ന ഒന്നുമില്ല, അതിനെ മടക്കി തിരിച്ചയക്കുന്ന ഒന്നുമില്ല, അതിനെ കളവാക്കുന്ന ഒന്നുമില്ല. അതെന്തായാലും സംഭവിക്കും, അന്ന് എല്ലാവരും അത് അംഗീകരിക്കും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ ആകാശത്ത് നിന്ന് വല്ലതും പൊട്ടി വീണാൽ അപ്പോഴും അവർ പറഞ്ഞേക്കും ഇത് സിഹറാണ്. സൂറത്തുൽ ഖമറിൽ നമ്മൾ പഠിച്ചു, ഇഖ്തറബത്തിസ് സാഅ വൻഷഖൽ ഖമർ വഇൻ യറൗ ആയതൻ യുഅ്രിദു വയഖൂലു സിഹ്റുൻ മുസ്തമിർ. ഇത് സിഹറാണ് എന്ന് പറയും. പക്ഷേ ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ അങ്ങനെ പോലും പറയാൻ ഒരാൾക്കും സാധ്യമാവാത്ത വിധം അതിനെ കളവാക്കുന്ന, അതിനെ നിഷേധിക്കുന്ന, അതിനെ തടയുന്ന ഒന്നും തന്നെ ഇല്ല. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വഖൗലുഹു ലൈസ ലിവഖഅതിഹാ കാദിബ ഐ ലൈസ ലിവുഖൂഇഹാ ഇദാ അറാദല്ലാഹു കൗനഹാ സാരിഫുൻ യസ്രിഫുഹാ. അതുണ്ടാകണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്താണ് അത് സംഭവിക്കുക. അതെപ്പോഴാണെന്ന് ആർക്കും അറിയില്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അറിയില്ല, സൂറെന്ന കാഹളത്തിൽ ഊതുന്ന മലക്കിന് പോലും അതെപ്പോഴാണെന്നറിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അറിയില്ല. പക്ഷെ അത് സംഭവിച്ചാൽ അതിനെ തടയാൻ, അതിനെ തിരിച്ചുവിടാൻ വലാ ദാഫിഉൻ യദ്ഫഉഹാ, അതിനെ തടയാനും ആരുമില്ല. കമാ ഖാല തആല ഇസ്തജീബൂ ലിറബ്ബിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് ഉത്തരം നൽകൂ. ഇസ്തജീബൂ ലിറബ്ബിക്കും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ മറദ്ദ ലഹു മിനല്ലാഹ്. അള്ളാഹുവിൽ നിന്ന് അതിനെ തടയാൻ ആരുമില്ലാത്തൊരു ദിവസം വരാനുണ്ട്. ആ ദിവസം വരുന്നതിന് മുമ്പ് അള്ളാഹുവിന് ഉത്തരം ചെയ്ത് നല്ലവരായി ജീവിക്കൂ. സൂറത്തു ശൂറയിലെ 47-ാമത്തെ ആയത്താണ്. അതേപോലെ തന്നെ സൂറത്തുൽ മആരിജിലെ 1-2 ആയത്തുകൾ, സഅല സായിലും ബിഅദാബിൻ വാഖിഅ ലിൽകാഫിരീന ലൈസ ലഹു ദാഫിഅ. ആ സംഭവിക്കാൻ പോകുന്ന സംഭവത്തെക്കുറിച്ചൊരു ചോദ്യകർത്താവ് ചോദിക്കുന്നു. അറിയുക, സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം അതിനെ തടയാൻ ആരുമില്ല. അതാണ് ലൈസ ലിവഖഅതിഹാ കാദിബ. അതിനെ തടയാനോ കളവാക്കാനോ നിഷേധിക്കാനോ ഒന്നുമില്ല, അത് സംഭവിക്കും, ഉറപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തു പറയുന്നു. ഖാഫിദത്തുർ റാഫിഅ. ആ വാഖിഅയുടെ അഥവാ ഖിയാമത്ത് നാളിൻ്റെ 2 വിശേഷണമാണിത്. ഒന്നത് ഖാഫിദത്താണ്. ഖഫദ എന്ന് പറഞ്ഞാൽ താഴ്ത്തുക, തരം താഴ്ത്തുക. ഖഫദ യഖ്ഫിദു ഖഫ്ദൻ, ഖഫദ യഖ്ഫിദു ഖഫ്ദൻ, താഴ്ത്തുക അല്ലെങ്കിൽ തരം താഴ്ത്തുക. ഖാഫിദ് എന്ന് പറഞ്ഞാൽ തരം താഴ്ത്തുന്നത്. ഖാഫിദത്ത് അതിൻ്റെ സ്ത്രീലിംഗമാണ്. ഖാഫിദത്തുൻ, ആ വാഖിഅ ഖിയാമത്ത് നാൾ തരം താഴ്ത്തുന്നതാണ്. റാഫിഅ, അത് റാഫിയത്തുമാണ്. റഫഅ യർഫഉ റഫഅൻ, റഫഅ എന്ന് പറഞ്ഞാൽ ഉയർത്തുക. റാഫിഅത്ത് എന്ന് പറഞ്ഞാൽ ഉയർത്തുന്നത്. അത് ഉയർത്തുന്നതും താഴ്ത്തുന്നതുമായ ദിവസമാണ്. എന്താ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? ഇമാം തബരി റഹിമഹുല്ല രേഖപ്പെടുത്തുന്നു, അൻ ഇക്രിമ വകദാലിക അൻ ഇബ്നു അബ്ബാസ് വമുജാഹിദിൻ വഗൈരിഹിം ഖാഫിദത്തുർ റാഫിഅ ഖാല ഖഫദത് വഅസ്മഅത്തിൽ അദ്ന. അത് താഴുകയും ഏറ്റവും താഴെയുള്ളവരെ കേൾപ്പിക്കുകയും ചെയ്യുന്ന ഖഫദത്ത് അഥവാ ഖാഫിദ എന്ന് പറഞ്ഞാൽ ഭൂമിക്കുള്ളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അത് കേൾപ്പിക്കുന്ന. വറഫഅത് ഫഅസ്മഅത്തിൽ അഖ്സ, അതിൻ്റെ ശബ്ദം ഉയരുകയും ഏറ്റവും പ്രപഞ്ചത്തിൻ്റെ വിദൂരതകളിൽ ഉണ്ട് എന്ന് കരുതുന്നവരെയും അത് കേൾപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് കേൾക്കും. യൗമ യസ്മഊന സ്വൈഹത ബിൽ ഹഖ്, ആ ഘോര ശബ്ദം എല്ലാവരും കേൾക്കും.
ചില മുഫസ്സിരിങ്ങൾ, ചില പണ്ഡിതന്മാർ പറയുന്നത് ഖബറിൽ മരണപ്പെട്ട് കിടക്കുന്നവർ വരെ അതറിയും എന്നാണ്. അല്ലാഹു അലം. അപ്പോൾ ചില തഫ്സീറിൽ പറയുന്നത് അതാണ്, ഖാഫിദത്തുൻ റാഫിഅത്തുൻ, അത് വളരെ താഴോട്ട് ചെന്ന് താഴെ ഉള്ളവരെയും കേൾപ്പിക്കും, ഉയരങ്ങളിലേക്ക് ചെന്ന് വിദൂരതകളിലുള്ളവരെയും കേൾപ്പിക്കും, എല്ലാവരിലേക്കും എത്തും എന്നർത്ഥം. എന്നാൽ മഹാഭൂരിപക്ഷം മുഫസ്സിരീങ്ങളും അതിന് നൽകിയിട്ടുള്ള അർത്ഥം അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയതുപോലെ വഖൗലുഹു ഖാഫിദത്തുർ റാഫിഅ ഐ തഖ്ഫുദു അഖ്വാമൻ ഇലാ അസ്ഫലി സാഫിലീന ഇലൽ ജഹീം, ചില ആളുകളെ നരകത്തിൻ്റെ അടിത്തട്ടിലേക്കത് തരം താഴ്ത്തി കളയും. വ ഇൻ കാനൂ ഫിദ് ദുനിയ അഇസ്സ, അവർ ദുനിയാവിൽ വലിയ പ്രതാപികളായിരുന്നു, വലിയ പണക്കാരായിരുന്നു, പൊങ്ങച്ചക്കാരായിരുന്നു, നേതാക്കളായിരുന്നു, ഭരണാധികാരികളായിരുന്നു, വലിയ പ്രതാപമുള്ള ആളുകളൊക്കെ നിന്ദ്യന്മാരായി നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോകുന്നതാണ്. അങ്ങനെ മനുഷ്യരെ നരകത്തിൻ്റെ ആളുകളാക്കി തരം താഴ്ത്തുകയും അതേപോലെ തന്നെ വതർഫഉ ആഖിരീന ഇലാ അഅലാ ഇല്ലിയീൻ ഇല നഈമിൽ മുഖീം വഇൻ കാനൂ ഫിദ് ദുനിയാ വുളആ, ദുനിയാവിൽ പാവങ്ങളായ ദരിദ്രരായ നേതൃത്വമോ സ്ഥാനമാനങ്ങളോ ഒന്നുമില്ലാത്ത പാവങ്ങളായ ആളുകളെ ഇല്ലിയീനിലെ ഉയർന്ന ദറജകളിലേക്ക് അഥവാ സ്വർഗത്തിൻ്റെ ഉയർന്ന ദറജകളിലേക്ക് ഉയർത്തുകയും ചെയ്യുന്ന ദിവസമാണത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നത് ഫുഖറാഉൽ മുഹാജിരീൻ, മുഹാജിറുകളുടെ കൂട്ടത്തിലെ ഫക്കീറുകളാണ്, ദരിദ്രന്മാരാണ് ആദ്യം സ്വർഗത്ത് പോവുക എന്ന്. പണക്കാരെ സ്വർഗത്തിൻ്റെ വാതിലിൽ തടഞ്ഞു വെക്കുന്നതാണ്. സ്വർഗാവകാശികളാണെങ്കിൽ പോലും അവരെ സ്വർഗത്തിൻ്റെ വാതിലിൽ തടഞ്ഞു വെച്ചിട്ട് പിന്നീടാണ് 500 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു ദരിദ്രൻ സ്വർഗത്ത് പോയി 500 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഒരു ധനികൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന്. എന്നാൽ അതിൻ്റെ ഹക്ക് വളരെ കൃത്യമായി വീട്ടിയ ആളുകളാണെങ്കിൽ ഇൻഷാ അള്ളാഹ് അവർക്ക് വേഗം പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്നത് പോലും അങ്ങനെയാണെങ്കിൽ പിന്നെ അതല്ലാത്ത അവസ്ഥ പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാളിൻ്റെ പ്രത്യേകത അതിൻ്റെ സിഫത്താണ് ഖാഫിദ റാഫിഅ. ചിലരെ തരം താഴ്ത്തി അത് ശിക്ഷാർഹരാക്കി തീർക്കും, ചിലരെ ഉയർത്തി സ്വർഗത്തിൻ്റെ ആളുകളാക്കി മാറ്റുന്ന ദിവസമാണ്. ഇനി അത് സംഭവിക്കുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ അത് സംഭവിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ്? അതാണ് പറയുന്നത്, ഇദാ റുജ്ജത്തിൽ അർദു റജ്ജ റജ്ജ യറുജ്ജു റജ്ജൻ. ആ വേർഡിൽ തന്നെ ഒരു പ്രകമ്പനമുണ്ട്. റജ്ജ യറുജ്ജു റജ്ജൻ. റജ്ജ എന്ന് പറഞ്ഞാൽ സൽസല, ശക്തമായി പ്രകമ്പനം കൊള്ളുന്നതിനാണ്, കിടന്ന് വിറയ്ക്കുന്നതിനാണ് റജ്ജ എന്ന് പറയുക. ഇദാ റുജ്ജത്തിൽ അർദു റജ്ജൻ, ഭൂമി കിടുകിടാ വിറപ്പിക്കപ്പെടുമ്പോൾ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന് പറഞ്ഞതുപോലെയാണത്. ശക്തമായ പ്രകമ്പനം, ശക്തമായ ഇദ്തിറാബ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിച്ചിട്ടുള്ള ആ ഒരു വല്ലാത്തൊരവസ്ഥയാണത്. റജ്ജ യറുജ്ജു റജ്ജൻ, കിടുകിടാ വിറക്കുക. ഇദാ റുജ്ജത്തിൽ അർദു റജ്ജൻ, ഭൂമി കിടുകിടാ വിറപ്പിക്കപ്പെടുമ്പോൾ. വബുസ്സത്തിൽ ജിബാലു ബസ്സൻ, ബസ്സ യബുസ്സു ബസ്സൻ. ബസ്സ എന്ന് പറഞ്ഞാൽ ഇടിച്ച് തവിട് പൊടിയാക്കുക, പൊടിയാക്കുന്നതിനാണ് ബസ്സ എന്ന് പറയുക. ഗോതമ്പും മറ്റു ധാന്യങ്ങളൊക്കെ പൊടിക്കുന്നതിന് ഈ വേർഡ് ഉപയോഗിക്കും. സവീഖ് ഉണ്ടാക്കുന്നതിന്, പ്രത്യേകതരം ഭക്ഷണം ഇടിച്ചുണ്ടാക്കുന്നതിന് ഈ വേർഡ് ഉപയോഗിക്കും. ബസ്സ എന്ന് പറഞ്ഞാൽ പൊടിയാക്കുക എന്നാണ്, കുഴമ്പാക്കുക, പൊടിയാക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. വബുസ്സത്തിൽ ജിബാലു ബസ്സൻ, ജിബാലു പർവ്വതങ്ങൾ. യഥാർത്ഥത്തിൽ ജിബാൽ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ പർവ്വതത്തിന് തൂർ എന്നും പറയും, ജബൽ എന്നും പറയും. മരങ്ങളുള്ള നമ്മുടെ കേരളത്തിലൊക്കെ കാണുന്നത് പോലെയുള്ള പർവ്വതത്തിനാണ് എന്ത് പറയുക? തൂർ എന്ന് പറയുന്നത്. ജബൽ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കോർഫക്കാനിലും മറ്റുമൊക്കെ കാണുന്നത് പോലെയുള്ള ജബലുകൾ, വൃക്ഷങ്ങളില്ലാത്ത പാറകൾ. ആ പാറകളുള്ള പർവ്വതത്തിനാണ് ജബൽ എന്ന് പറയുന്നത്. ജബൽ എന്ന് പറയുന്നത് അങ്ങനെയുള്ള വലിയ പാറകൾ പൊടിയാക്കുന്നതാണ്. വബുസ്സത്തിൽ ജിബാലു ബസ്സൻ, പർവ്വതങ്ങൾ ഇടിച്ച് ധൂളികളാക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ കുഴമ്പ് രൂപത്തിലാക്കപ്പെടുമ്പോൾ. ഇബ്നു ജരീർ ഉത്തബരി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഫുത്തിത്തത്തിൽ ജിബാലു ഫത്തൻ,
പർവ്വതങ്ങൾ പൊടിയാക്കുമ്പോൾ ഫസാറത്ത് കദ്ദഖീഖിൽ മബ്സൂസ്, ദഖീഖായ പൊടികളായത് മാറും. വഹുവൽ മബ്ലൂൽ, നനഞ്ഞതുപോലെയുള്ളൊരവസ്ഥ വരും. കമാ ഖാല ജല്ല സനാഉ യൗമ തർജുഫുൽ അർദു വൽ ജിബാലു വകാനത്തിൽ ജിബാലു കസീബൻ മഹീലാ. സൂറത്തുൽ മുസ്സമ്മിലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അന്ന് പർവ്വതങ്ങളും ഭൂമിയും കിടുകിടാ വിറയ്ക്കും. യൗമ തർജുഫുൽ അർദു വൽ ജിബാലു വകാനത്തിൽ ജിബാലു കസീബൻ മഹീല. പർവ്വതങ്ങൾ ഒഴുകിപ്പോകുന്ന മണൽക്കൂന പോലെയായി പോകുന്നതാണ്. മണൽ പോലെ നന്നായി മഴ പെയ്യുമ്പോൾ ആ മണൽക്കൂന എന്തു ചെയ്യും? ഒലിച്ചിറങ്ങിപ്പോകും. അതേപോലെ പർവ്വതങ്ങൾ ഒലിച്ചിറങ്ങി ഭൂമി നിരപ്പാക്കപ്പെടുന്നതാണ്. ലാ തറാ ഫീഹാ ഇവജൻ വല അംത. ഉയർന്നതോ താഴ്ന്നതോ ആയ പ്രദേശം ഭൂമിയിൽ അന്ന് ഉണ്ടാവില്ല എന്നാണ്. കുഴികളുണ്ടാവില്ല, കുന്നുകളുണ്ടാവില്ല. പിന്നെ ഒരു മൈതാനം പോലെ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. അതാണ് മഹ്ശർ. അപ്പോൾ ഭൂമിയെ ഇടിച്ച് പരത്തി മൈതാനമാക്കുന്ന പ്രക്രിയയാണ് ഖിയാമത്ത് നാളിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമി നശിച്ച് ഇല്ലാതായി പോകുന്നില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദി വസ്സമാവാത്. ഭൂമി ഇന്ന് കാണുന്നതല്ലാത്ത ഭൂമിയാക്കി അതിനെ മാറ്റുന്നതാണ്. യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദ്. ഭൂമിയുടെ സ്വഭാവം അല്ലാഹു മാറ്റും. നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ആയിരിക്കില്ല. വസ്സമാവാത്ത്, ആകാശങ്ങളും അങ്ങനെ തന്നെ. അത് സ്ഥായിയായി അല്ലാഹു അതിനെ ഇല്ലാതാക്കുന്നില്ല, വാനിഷായി പോകുന്നില്ല, അപ്രത്യക്ഷമാകുന്നില്ല. മറിച്ച് ഇന്ന് കാണുന്നതല്ലാത്ത മറ്റൊരു ഘടന നൽകുന്നതാണ് ആകാശലോകങ്ങൾക്കും ഭൂമിക്കും. അപ്പോൾ അതാണ് വബുസ്സത്തിൽ ജിബാലു ബസ്സൻ. പർവ്വതങ്ങൾ പൊടിയാക്കപ്പെടും, കുഴമ്പ് രൂപത്തിലാക്കപ്പെടും. ഫകാനത്ത്, എന്നിട്ട് അത് ആയിത്തീരും, പർവ്വതങ്ങളായിത്തീരും. ഹബാഅൻ മുൻബസ്സ. ഹബാ എന്ന് പറഞ്ഞാൽ മാ തതായറ ഫിൽ ബൈതി വതറാഹു ഫി ളൗഇ ശംസി ശബീഹൻ ബിദ്ദുഖാൻ വയുദ്റബു ബിഹിൽ മസലു ലിമാ ലാ യുഅ്തദ്ദു ബിഹി. നമ്മൾ സൂര്യപ്രകാശം ചില ഹോളിലൂടെ വീട്ടിലേക്ക് കയറുമ്പോൾ അതിൽ കാണുന്ന പൊടിപടലങ്ങൾ ഉണ്ടാവുമല്ലോ. ആ സൂര്യപ്രകാശം വരുമ്പം ആണ് നമ്മളത് കാണുന്നത് കറക്റ്റ്, അല്ലാത്തപ്പോൾ നമ്മൾ കാണുകയില്ല. അപ്പോൾ സൂര്യപ്രകാശം ചില പ്രത്യേക ഭാഗങ്ങളിലൂടെ പ്രവേശിക്കുമ്പോൾ അതിൽ കാണുന്ന ഗുബാറുകൾക്ക്, പൊടിപടലങ്ങൾക്കാണ് ഹബാ എന്ന് പറയുന്നത്. ഹബാ എന്ന് പറഞ്ഞാൽ പൊടിപടലം, ഗുബാർ. മുൻബസൻ, ഇൻബസ്സ എന്ന് പറഞ്ഞാൽ പാറിപ്പറക്കുന്ന എന്നാണ്. ഇൻതഷറ, ഇൻതഷറ, ഇൻബസ്സ യൻബസ്സു, ഇൻബിസാസൻ. മുൻബസ് എന്ന് പറഞ്ഞാൽ മുൻതഷർ, പരക്കപ്പെട്ടത്. ഹബാ അൻ മുൻബസ്സ. പർവ്വതങ്ങൾ, വലിയ പാറക്കല്ലുകളൊക്കെ ഗുബാറായി പോവുക എന്ന് പറയുമ്പോൾ എന്ത് ഇടിയാണ് ആ ഇടിക്കുന്നത്, എന്ത് പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഫകാനത്ത് ഹബാഅൻ മുൻബസ്സ. അങ്ങനെ പർവ്വതങ്ങൾ പാറിപ്പറക്കുന്ന പൊടികളായി മാറുകയും ചെയ്താൽ, വകൂതും, നിങ്ങളായിത്തീരുകയും ചെയ്താൽ, അസ്വാജൻ സലാസ. സൗജിൻ്റെ ജംആണ് അസ്വാജ്, ഗ്രൂപ്പ് എന്നാണ് അർത്ഥം. സലാസത്ത് എന്ന് പറഞ്ഞാൽ 3. നിങ്ങൾ 3 വിഭാഗങ്ങളായിത്തീരുകയും ചെയ്താൽ, 3 വിഭാഗം, 3 വിഭാഗങ്ങളായി നിങ്ങൾ മാറുകയും ചെയ്താൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ 3 വിഭാഗമായി മാറും. മനുഷ്യർ 3 വിഭാഗങ്ങളായി മാറും. അവരുടെ കർമ്മങ്ങളുടെ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 ടീമാക്കി തിരിക്കുന്നതാണ്. വക്കൂത്തും അസ്വാജൻ സലാസ. ഈ 3ലും വേരിയേഷൻസ് ഉണ്ടാകും, അത് മറ്റൊരു വിഷയം. ഇത് പ്രധാനപ്പെട്ട 3 ടീമാണ്. ഈ 3 ടീമിലും താഴെയുള്ളവരും മേലുള്ളവരും ഉണ്ടാകും. വക്കൂത്തും അസ്വാജൻ സലാസ. അങ്ങനെ നിങ്ങൾ 3 വിഭാഗങ്ങളായി തീരുകയും ചെയ്താൽ, ഇനി അവരെക്കുറിച്ചാണ് പറയുന്നത്. ഫഅസ്ഹാബുൽ മൈമന. അപ്പോൾ വലതുപക്ഷത്തിൻ്റെ ആളുകൾ, സാഹിബിൻ്റെ ജംആണ് അസ്ഹാബ്, ആളുകൾ. ഫഅസ്ഹാബുൽ മൈമന. മൈമന എന്നുള്ളത് യമീനിൽ നിന്ന് വന്നാണ്, വലതുപക്ഷം. ഫഅസ്ഹാബുൽ മൈമന, അന്ന് വലതുപക്ഷത്തിൻ്റെ ആളുകൾ. അപ്പോൾ മാ അസ്ഹാബുൽ മൈമന,
അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ആശ്ചര്യം, തഅജ്ജുബിൻ്റെ പ്രയോഗമാണത്. മാ അസ്ഹാബുൽ മൈമന, ആരാണ് ഈ വലതുപക്ഷത്തിൻ്റെ ആളുകൾ? അതൊരു ചോദ്യമാണ്. ആദ്യമേ ആകാംക്ഷ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, പിന്നെയാണ് അവരെക്കുറിച്ച് വിശദീകരിക്കുന്നത്. പക്ഷെ ആദ്യം അങ്ങനെ ഒരു ചോദ്യമാണ്. മാ അസ്ഹാബുൽ മൈമന, വലതുപക്ഷത്തിൻ്റെ ആളുകൾ. അപ്പോൾ ആ മൂന്നെണ്ണത്തിൽ ഒന്ന് വലതുപക്ഷമാണ്. ഫ അസ്ഹാബുൽ മൈമന, അന്ന് വലതുപക്ഷത്തിൻ്റെ ആളുകൾ. മാ അസ്ഹാബുൽ മൈമന, എന്താണ് ഈ വലതുപക്ഷത്തിൻ്റെ കാര്യം? ആശ്ചര്യം തന്നെ. എന്താണത്? അത്ഭുതമാണത്. ആരാണത്? മൻഹും, ആരാണവർ? വമാദാലഹും, അതാണ് ആരാണവർ, അവർക്കെന്താണുള്ളത്? മൻഹും, ആരാണവർ, അതാണ് മാ അസ്ഹാബുൽ മൈമന. വമാദാലഹും, അവർക്കെന്താണുള്ളത്? അസ്ഹാബുൽ മൈമന, മാ അസ്ഹാബുൽ മൈമന. വ അസ്ഹാബുൽ മശ്അമ, ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ മശ്അമ എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, ഷിമാലിൻ്റെ ആളുകൾ. വല അറബു തുസമ്മിൽ യദൽ യുസ്റ അശ്ശുമ, ഇടത് കൈക്ക് അറബികൾ ഷുമ എന്ന് പറയുമെന്ന് ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ല രേഖപ്പെടുത്തുന്നു. അപ്പോൾ മശ്അമത്ത് എന്ന് പറഞ്ഞാൽ യസാർ, ഇടതുഭാഗമാണ് ഉദ്ദേശിക്കുന്നത്. ഷിമാൽ, ഇടതുപക്ഷം. അസ്ഹാബു ഷിമാൽ, അതാണ് മശ്അമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസ്ഹാബു അഷിമാൽ, ഖുർആനിൽ അങ്ങനെയും ഉപയോഗിച്ചിട്ടുണ്ട്. വ അസ്ഹാബുൽ മശ്അമതി മാ അസ്ഹാബുൽ മശ്അമ, അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ. മാ അസ്ഹാബുൽ മശ്അമ, മൻഹും വമാദാലഹും, അതാണ് ആരാണ് ആ ഇടതുപക്ഷം, എന്താണ് അവർക്കുള്ളത്. അപ്പോൾ അതൊക്കെ ആദ്യം പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് പറയുന്നു വസ്സാബിഖൂന സാബിഖൂൻ, വസ്സാബിഖൂൻ. മൂന്നാമത്തത് അസ്സാബിഖൂൻ, സബഖ യസ്ബിഖു സബഖൻ. സബഖ എന്ന് പറഞ്ഞാൽ മുൻകടക്കുക എന്നാണ്. സബഖ, മുൻകടക്കുക. എല്ലാവരെയും തോൽപ്പിച്ച് ഏറ്റവും മുൻപന്തിയിലുള്ളവർക്കാണ് സാബിഖീങ്ങൾ എന്ന് പറയുന്നത്. സബഖ യസ്ബിഖു സബഖൻ വഹുവ സാബിഖുൻ. വസ്സാബിഖൂൻ, മുൻകടന്നവർ, അഥവാ പ്രവർത്തനങ്ങളിൽ, വിശ്വാസത്തിൽ, സൽക്കർമ്മങ്ങളിൽ മുൻകടന്നവർ. അസ്സാബിഖൂൻ, അവർ തന്നെയായിരിക്കും പ്രതിഫലത്തിലും മുൻകടക്കുന്നത്. അതാണ് വസ്സാബിഖൂൻ ഫിദ്ദുനിയ, അസ്സാബിഖൂൻ യൗമൽ ഖിയാമ. ദുനിയാവിലെ സാബിഖീങ്ങൾ ഖിയാമത്ത് നാളിലെ സാബിഖീങ്ങളായിരിക്കും. അതാണ് വസ്സാബിഖൂൻ അസ്സാബിഖൂൻ. രണ്ടു വട്ടം പറഞ്ഞതല്ല, രണ്ടും രണ്ട് സ്ഥലത്തെ കാര്യം പറഞ്ഞാണ്. വസ്സാബിഖൂൻ ഹുമുസ്സാബിഖൂൻ യൗമൽ ഖിയാമ, അവരാണ് ഖിയാമത്ത് നാളിൽ സാബിഖീങ്ങൾ. ഇവിടെ സാബിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? തഫ്സീറുകളിൽ മുൻകടന്നവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ്? ധാരാളം ചർച്ചകളുണ്ട്. അതിൽ ഒരു വിഭാഗം മുഫസ്സിരിങ്ങൾ പറയുന്നത് സാബിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ മുൻകഴിഞ്ഞു പോയവർ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പുള്ള ഉമ്മത്ത്, അവരായിരിക്കും മുൻപന്തിയിൽ എന്നു പറഞ്ഞവരുണ്ട്. രണ്ടാമത് ഉള്ള തഫ്സീർ, അതുകൊണ്ടുള്ള ഉദ്ദേശം നബിയും സ്വഹാബികളുമാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ. അപ്പോൾ അവിടെ സാബിഖീങ്ങൾ എന്ന് അള്ളാഹു ഉദ്ദേശിച്ചത് മുഹാജിറുകളെ, അൻസാറുകളെയാണ്. അപ്പോൾ അവരാണ് ഉദ്ദേശം. ഈ ഉമ്മത്തിൽ ആദ്യ തലമുറ, മുൻകടന്നവർ, നേരത്തെ കഴിഞ്ഞുപോയവർ. മൂന്നാമത്തത് ഏത് കാലഘട്ടത്തിലും സൽക്കർമ്മങ്ങളിൽ മുൻപന്തിയിലുള്ളവർ. അതാണ് ശരിയായ അഭിപ്രായം. കാരണം അത് പറഞ്ഞാൽ എല്ലാവരും ഉൾപ്പെടും. ആദ്യത്തെ രണ്ട് പറഞ്ഞാൽ പിന്നീട് വരുന്നവർ ഇതിൽ ഉൾപ്പെടൂല. എന്നാൽ മൂന്നാമത്തെ തഫ്സീർ പറഞ്ഞാൽ അതിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലുള്ളവർ ഉൾപ്പെടും. ലോകാവസാനത്ത് അല്ലെങ്കിൽ അതിനോടടുത്ത് മുസ്ലിം ഉമ്മത്ത് ഉണ്ടാകുന്ന, പ്രവാചകൻ പറഞ്ഞല്ലോ, ലാ തസാലു ത്വാഇഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, എൻ്റെ ഉമ്മത്തിൽ ഒരു സംഘം സത്യത്തിൽ ഉറച്ചു നിൽക്കും ഖിയാമത്ത് നാൾ വരെ എന്നാണ്. ഖിയാമത്ത് നാൾ വരെ മുൻപന്തിയിലുള്ളൊരു സമൂഹം ഉണ്ടാവുന്ന അർത്ഥം. അതേപോലെ തന്നെ സ്വഹീഹായ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, എൻ്റെ ഉമ്മത്ത് മഴ പോലെയാണ്. അറിയില്ല അതിൻ്റെ തുടക്കത്തിലാണോ ഖൈറ് കൂടുതൽ, അതല്ല മഴയുടെ അവസാനത്തിലാണോ. ഒരു മഴ പെയ്താൽ അതിലെ വെള്ളം
ഏത് വെള്ളമാണ് ഭൂമിക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നതെന്ന് പറയാൻ പറ്റാത്തതുപോലെ ഈ ഉമ്മത്തിൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലും ഒക്കെ ഖൈറുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും മുസാബക്കത്തിൻ്റെ ആളുകളുണ്ട്, മുൻപന്തിയിൽ മുൻകടന്ന ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ്. അതേ സന്ദർഭത്തിൽ പൂർവികരെ അപേക്ഷിച്ച് നോക്കിയാൽ ഈ ഉമ്മത്തിൻ്റെ ഒരു പൊതു സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഒരു കാലഘട്ടം എന്നുള്ള നിലക്ക് പറയുകയാണെങ്കിൽ സ്വഹാബികൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ അവരാണ് മുൻപന്തിയിലുണ്ടാവുന്നത് പൊതുവെ മൊത്തം സമൂഹത്തെടുക്കുകയാണെങ്കിൽ. പിന്നെ അത് കഴിഞ്ഞാൽ കാലഘട്ടം എന്നുള്ള നിലക്ക് അതിനുശേഷം ഷർറ് കൂടി വരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖൈറുകളിൽ പോലും ഷർറ് ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇൻഡിവിജ്വലായി എടുത്താൽ ഒരു വേള പൂർവികരിൽ നിന്ന് ഉണ്ടായതുപോലെയുള്ള മഹാപണ്ഡിതന്മാർ, മഹാരഥന്മാർ, സൽക്കർമ്മങ്ങളിൽ മുന്നേറിയിട്ടുള്ള വലിയ വലിയ സാലിഹ്യങ്ങൾ ഒക്കെ എല്ലാ കാലത്തും ഉണ്ടാകാം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ്. സൂറത്തുൽ ഹദീദിലെ 22. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ്ഗലോകത്തിലേക്ക് നിങ്ങൾ മത്സരിച്ച് മുന്നോട്ട് വരൂ. അപ്പോൾ അതെല്ലാ കാലഘട്ടത്തിലുള്ള ആളുകളോടുമുള്ളതാണ്. സാബിഖൂ, മത്സരിച്ച് മുന്നോട്ട് വരൂ. അപ്പോൾ ആരാണോ മത്സരിച്ച് മുന്നോട്ട് വരുന്നവർ അവരാണ് ഏത് കാലഘട്ടത്തിലും അവരുണ്ട്. ഫസ്തബിഖുൽ ഖൈറാത്ത് എന്ന് ഖുർആനിൽ കാണാം. നിങ്ങൾ ഖൈറാത്തിൽ മത്സരിച്ച് മുന്നോട്ട് വരണം. അതുകൊണ്ടാണ് ഇമാം ഇബ്നു ജരീർ ഉത്തബരി റഹിമഹുല്ലാ, ഉസ്മാൻ ഇബ്നു അബി സൗദ റഹ്മത്തുള്ളാഹി അലൈഹി ഖാലു വസ്സാബിഖൂന സാബിഖൂൻ എന്ന് പറഞ്ഞാൽ അവ്വലുഹും റവാഹൻ ഇലൽ മസാജിദ്. സാബിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്ക് ഏറ്റവും ആദ്യ സമയത്ത് പോകുന്നവരാണ്, അവസാനത്തേക്ക് വെക്കുന്നവരല്ല. ബാങ്ക് കൊടുത്താൽ ഉടനെ പള്ളിയിലേക്ക് പോകുന്നവരാണ്. വ അസ്റഉഹും ഖുഫൂഖൻ ഫീ സബീലില്ലാഹ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടാൻ പറഞ്ഞാൽ മടിച്ചു നിൽക്കാതെ ഫസ്റ്റിൽ തന്നെ ആ യുദ്ധമുന്നണിയിലേക്ക് ഇറങ്ങുന്നവരാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഒരു വിഷയം വന്നാൽ ഏറ്റവും അവസാനം ഒരു സദഖയെക്കുറിച്ച് പറഞ്ഞാൽ എല്ലാവരും എത്രയാണ് കൊടുക്കുന്നത് നോക്കട്ടെ, എന്നിട്ട് ലാസ്റ്റ് അല്ല. ഒരു നന്മയുടെ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ എല്ലാവരും കഴിഞ്ഞിട്ട് നോക്കാം, ഒക്കെ തഖീറാണ്. അല്ല, മുൻകടക്കണം. സദഖയിലാണെങ്കിലും സൽക്കർമ്മങ്ങളിലാണെങ്കിലും ഏത് വിഷയത്തിലും മുൻപന്തിയിൽ അന അവ്വലുൽ മുസ്ലിമീൻ, അനുസരിക്കുന്നവരിൽ ഞാൻ ഒന്നാമനായിരിക്കും എന്ന ആ ഒരു തിരക്ക് കൂട്ടൽ, ആ തിരക്ക് കൂട്ടലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരെക്കുറിച്ചാണ് പറയുന്നത് വസ്സാബിഖൂൻ. എല്ലാ നന്മയിലും മറ്റുള്ളവരെ പിറകിലാക്കി ഞാൻ മുൻപന്തിയിലെത്തണമെന്ന് കരുതി മുന്നേറിയവൻ അസ്സാബിഖൂൻ. അവർ തന്നെയായിരിക്കും ഖിയാമത്ത് നാളിലും സ്വർഗത്തിലേക്ക് ആദ്യം എത്തുന്നത്. സ്വർഗത്തിലെ ഏറ്റവും വലിയ ദറജകളിലും അവരായിരിക്കും. അതാണ് ഉലൈകൽ മുഖറബൂൻ. അക്കൂട്ടർ അൽ മുഖറബൂൻ, മുഖറബീങ്ങളായിരിക്കും. തഖറബ യതഖറബു തഖറുബൻ. തഖറബ എന്ന് പറഞ്ഞാൽ അടുക്കുക എന്നാണ്. ആരിലേക്ക്? അള്ളാഹുവിലേക്ക് അടുക്കുക. മുഖറബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ചവർ. അതാണ് ഉലൈകൽ മുഖറബൂൻ. മുഖറബീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച ആളുകൾ. ഖുദ്സിയായ ഹദീസിൽ വന്നതുപോലെ എൻ്റെ അടിമകൾ ഫർളായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് യതഖറബു ഇലൈ, എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ, പിന്നീട് ബിൻ നവാഫിൽ, സുന്നത്തായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്നിലേക്ക് അടുക്കും. എല്ലാ സുന്നത്തും അവർ ചെയ്യും. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കും. എന്താണ് ഈ അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം സ്വർഗത്തിൻ്റെ ദറജ എന്ന് പറഞ്ഞാൽ താഴെ നിന്ന് മേലോട്ടാണ്, താഴെ നിന്ന് മേലോട്ടാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ദറജയാണ് ജന്നാത്തുൽ ഫിർദൗസ്. ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മേലെയാണ്. അഅലൽ ജന്ന, സ്വർഗത്തിൻ്റെ ഏറ്റവും മേലെയാണ് ജന്നാത്തുൽ ഫിർദൗസ്. അതിൻ്റെ സഖഫ് എന്ന് പറയുന്നത്, അതിൻ്റെ മേൽപ്പുര എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അർശാണ്. അള്ളാഹുവിൻ്റെ അർശാണ്. ആ അർശിൻ്റെ നേരെ താഴെയാണെന്ത്? ജന്നാത്തുൽ ഫിർദൗസ്. അപ്പോൾ ജന്നാത്തുൽ ഫിർദൗസിലുള്ള ഒരാളായിരിക്കും. അതിലെ തന്നെ ജന്നാത്തുൽ ഫിർദൗസിന് തന്നെ വേറെ ഒരുപാട് ദറജയുണ്ട്. ആ ജന്നാത്തുൽ ഫിർദൗസിൻ്റെ ഏറ്റവും ഉയർന്ന ദറജയിലായിരിക്കും മുഖറബീങ്ങൾ ഉണ്ടാവുക.
അമ്പിയാക്കൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹ്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അതാണ് ഈ മുഖറബ്. അള്ളാഹുവിലേക്ക് സാമീപ്യം സിദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അർശിൻ്റെ അടുത്തായിരിക്കും അവർ, അള്ളാഹുവിൻ്റെ വലതുഭാഗത്തായിരിക്കുമെന്ന് പറഞ്ഞവരുണ്ട്. അതാണ് അസ്ഹാബുൽ മൈമന എന്ന് പറഞ്ഞാൽ, അസ്ഹാബു അൽ മൈമന. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. ആരാണ് മൈമനത്തിൻ്റെ ആളുകൾ, ആരാണ് മഷ്അമത്തിൻ്റെ ആളുകൾ എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ചുരുക്കത്തിൽ സാബിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ഉലായിക്കൽ മുഖറബൂൻ, അള്ളാഹുവിൻ്റെ വലിയ സാമീപ്യം ലഭിച്ച ആളുകളാണ്. ഫീ ജന്നാത്തിൻ നഈം, അവർ ഫീ ജന്നാത്ത്, ജന്നത്തിൻ്റെ ജംആണ് ജന്നാത്ത്, അവർ സ്വർഗങ്ങളിലായിരിക്കും. അൻ നഈം, സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗത്തോപ്പിലായിരിക്കും. സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗത്തോപ്പ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചു. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതൻ വമിൻ ദൂനിഹിമ ജന്നതൻ. അതിനു പുറമെ ഒരുപാട് അൻവാഉകളുള്ള ജന്നാത്തുകൾ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ ജന്നാത്തിൻ തജ്രി ബഹുവചന രൂപത്തിൽ പറഞ്ഞത്. ഒരുപാട് ജന്നത്തുകളുണ്ട്, വ്യത്യസ്തങ്ങളായ തോട്ടങ്ങളുണ്ട് എന്നാണ്. ഓരോന്നിലും വ്യത്യസ്ത വിഭവങ്ങളായിരിക്കും. അതാണ് ഫീ ജന്നാത്തിൻ നഈം, സുഖാനുഗ്രഹങ്ങളുടെ സ്വർഗലോകങ്ങൾ. അവിടെ സാബിഖീങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ മുൻകടന്നവർക്ക് ഒന്നും രണ്ടുമല്ല എന്നർത്ഥം, ഒരുപാടുണ്ടാവും. പക്ഷേ സുല്ലത്തും മിനൽ അവ്വലീൻ, സുല്ല എന്ന് പറഞ്ഞാൽ ജമാഅ, സുല്ലത്തും മിനൽ അവ്വലീൻ, പൂർവികരിൽ നിന്ന് വലിയൊരു സംഘമുണ്ടാകും. പൂർവികരിൽ നിന്ന് വലിയൊരു സംഘം ഉണ്ട്. അതാണ് അവ്വലീൻ എന്ന് പറഞ്ഞാൽ പൂർവികരിൽ നിന്ന് വലിയൊരു സംഘം. വ ഖലീലും മിനൽ ആഖിരീൻ, അവസാനക്കാരിൽ നിന്ന് ചെറിയ സംഘവും. ഖലീൽ എന്ന് പറഞ്ഞാൽ കുറച്ച്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് മനസ്സിലാക്കാൻ സാധിച്ചു. എന്താണ്? ആഖിരീങ്ങളിലും ആരുണ്ട്? സാബിഖീങ്ങളുണ്ട്. അതുകൊണ്ടാണ് വ ഖലീലും. പക്ഷേ ആദ്യ തലമുറയെ അപേക്ഷിച്ച് കുറവായിരിക്കും. ഇപ്പോൾ സഹാബികൾ എന്ന് പറഞ്ഞാൽ കുല്ലുഹും ഉദൂൽ, നമുക്കറിയാം സഹാബികൾ മുഴുവൻ സ്വർഗത്തിലാണ്, ഉദൂലുകളാണ്, നീതിയുള്ളവരാണ്, കളവ് പറയാത്തവരാണ്. പിന്നെ അത് കഴിഞ്ഞ് താബീങ്ങളിലേക്കും തബഉ താബീങ്ങളിലേക്കും ആ തലമുറയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഖൈറിങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ അവസാനത്തിൽ താരതമ്യേന എണ്ണത്തിൽ കുറവുണ്ടാകും, പക്ഷേ സാബിഖീങ്ങളുണ്ടാകും. പിറകിലോട്ട് പോകുമ്പോൾ ഏത് നബിയോടും അടുത്ത് നിൽക്കുന്നവരൊക്കെ സാബിഖീങ്ങളായിരിക്കുന്നതാണ്. സ്വഹീഹായ ഹദീസിൽ അത് വന്നിട്ടുണ്ട്. ഏതൊരു നബിയുടെയും കൂടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുറച്ച് സിദ്ദീഖീങ്ങൾ ഉണ്ടാകുന്നതാണ് സ്വഹാബികൾ. എല്ലാ നബിമാർക്കും സ്വഹാബികളുണ്ട്, അൽഹംദുലില്ലാഹ്, എല്ലാ നബിമാർക്കും. പിന്നെ ആ പ്രവാചകൻ വഫാത്താകുമ്പോൾ പിന്നെ മെല്ലെ 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 ക്ഷയിക്കും. അപ്പോൾ ഇത് എല്ലാ സന്ദർഭത്തിലും ഉണ്ടാകുന്ന പ്രക്രിയയാണ്. അതേപോലെ തന്നെ ഒരു നാട് അധപ്പതിച്ചൊരു നാടാണെങ്കിൽ ഒരു മുജദ്ദിദ് ഉണ്ടാവും. നമ്മുടെ നാടുകളിൽ തന്നെ തൗഹീദിനു വേണ്ടി പ്രബോധനം നടത്തിയ പൂർവികരായ ആളുകളുടെ ത്യാഗവും അവരുടെ സന്നദ്ധത, അവരുടെ ക്ഷമ, അവരുടെ അധ്വാനം, അത് പിന്നീട് വന്നവർക്ക് ഉണ്ടാവണമെന്നില്ല. ആ നേതാക്കൾ ഏത് കാലഘട്ടത്തിലും അങ്ങനെ ചില നേതാക്കൾ, ചില പണ്ഡിതന്മാർ, ചില പ്രബോധകന്മാരുണ്ടാകും. പിന്നീട് വരുന്നവരിൽ നിന്ന് അങ്ങനെ ഉണ്ടാവണമെന്നില്ല. അതാണ് സുല്ലത്തും മിനൽ അവ്വലീൻ, പൂർവികരിൽ നിന്ന് വലിയൊരു സംഘം, വഖലീലും മിനൽ ആഖിരീൻ, പിന്നീട് വരുന്നവരിൽ നിന്ന് കുറച്ച്, പക്ഷേ സാബിഖീങ്ങളുണ്ടാകും. അവർ സുഖാനുഗ്രഹങ്ങളുടെ സ്വർഗലോകങ്ങളിലായിരിക്കുമെന്നാണ്. അതാണ് അല സുറുറിൻ മൗദൂന, അവരെവിടെയാണ് ഉണ്ടാവുക? അല സുറുർ, ശരീറിൻ്റെ ജംആണ് സുറുർ, കട്ടിലുകളിലായിരിക്കും. എങ്ങനെയുള്ള കട്ടിലാണ്? മൗദൂന, മൗദൂനയായിട്ടുള്ള കട്ടിൽ. വദന യദിനു വദനൻ, വദന എന്ന് പറഞ്ഞാൽ മെടഞ്ഞുണ്ടാക്കുക, നെയ്തുണ്ടാക്കുന്ന, മെടഞ്ഞുണ്ടാക്കുന്ന, ഒന്നിനു മേലെ ഒന്നായി ചേർത്ത് വെക്കുന്നതിനാണ് വദന എന്ന് പറയുന്നത്. യദിനു വദനൻ. അപ്പോൾ മദ്നൂൻ എന്ന് പറഞ്ഞാൽ മെടഞ്ഞുണ്ടാക്കിയത്, ഒന്നിനു മേലെ ഒന്നായി അട്ടിയാക്കിയിട്ടത് എന്നും അർത്ഥമുണ്ട്. അപ്പോൾ മടഞ്ഞുണ്ടാക്കപ്പെട്ട കട്ടിലുകളിലായിരിക്കും അവർ, അല്ലെങ്കിൽ ഒന്നിനു മേലെ ഒന്നായുള്ള ചാരുകട്ടിലുകളിലായിരിക്കും അവർ. മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നത് മർമൂലത്തിൻ ബിദ്ദഹബ് എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നൊക്കെ അത് വന്നിട്ടുണ്ട്. സ്വർണം കൊണ്ട് മെടഞ്ഞുണ്ടാക്കപ്പെട്ടത്. മുശബ്ബക്കത്തിൻ ബിദ്ദുർരി വൽ യാഖൂത്ത്, മുത്തുകൾ കൊണ്ടും പവിഴങ്ങൾ കൊണ്ടും നിർമ്മിക്കപ്പെട്ടത്.
അപ്പോൾ ഇവിടെ അല സുറൂറിൻ മൗദൂന, മെടഞ്ഞുണ്ടാക്കപ്പെട്ട കട്ടിലുകൾ എന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ടും മുത്തുകൾ കൊണ്ടുമെല്ലാം തയ്യാറാക്കപ്പെട്ടിട്ടുള്ള പരിപാവനമായ കട്ടിലുകളായിരിക്കും. അത്തരം ചാരുകട്ടിലുകളിൽ മുത്തക്കിഈന അലൈഹ, അവർ അതിൻ്റെ മേൽ ചാരിയിരിക്കുന്നവരായിരിക്കും. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാണ് ഇത്തക യത്തക്കിഉ ഇത്തികാഅൻ. മുത്തക്കിഈന അലൈഹ, അവർ ആ ചാരുകസേരകളിൽ ചാരുകട്ടിലുകളിൽ ചാരിയിരിക്കും. മുത്തഖാബിലീൻ, പരസ്പരം ഫേസ് ടു ഫേസ് ആയിരിക്കുന്നതാണ്. തഖാബല യതഖാബലു തഖാബുലൻ വഹുവ മുത്തഖാബിൽ. മുത്തഖാബിലീൻ എന്ന് പറഞ്ഞാൽ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നത് ലാ യൻളുറു അഹദുഹും ഫീ ഖഫാ സാഹിബിഹി, ഒരാൾക്കും മറ്റൊരാളുടെ പിരടി കാണേണ്ടി വരില്ല. നമ്മൾ സാധാരണ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ബാക്കിലായി പോകും. ബാക്കിലിരിക്കുമ്പോൾ ഫേസ് അല്ല ബാക്കിലാണ് കാണുക. അങ്ങനെയുള്ളൊരു ഇരുത്തം സ്വർഗത്തിലില്ല എന്നാണ്. സ്വർഗത്തിലെ ഇരുത്തത്തിൽ ഒരാളുടെ ബാക്ക് ഭാഗം പിരടി കാണേണ്ടി വരില്ല, എല്ലാവരും ഫേസ് ടു ഫേസ് ആയിരിക്കുന്നതാണ്. ആ നിലക്കാണ് അതിൻ്റെ സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് എന്നാണ്. അത്രക്ക് മനോഹരമായിരിക്കുമെന്നർത്ഥം, അത്രക്ക് ഭംഗിയുള്ളതായിരിക്കും. അങ്ങനെ ചാരുകസേരയിൽ ചാരി ഇരുന്ന് അവർ സുഖിക്കും എല്ലാ അർത്ഥത്തിലും. പിന്നീടത് വരുന്നുണ്ട് അതിൻ്റെ വിശദീകരണം. അത്തരം ആളുകളിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ വിശദീകരിക്കുന്നത് നമ്മിൽ നിന്ന് അങ്ങനെയുള്ളവർ ഉണ്ടാകുവാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഭയങ്കരമായ സംഭവം വരാനിരിക്കുന്നു. അത് വന്നാലുള്ള അവസ്ഥയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിനുവേണ്ടി ഒരുങ്ങുക. ഈ ഖുർആനിൻ്റെ പഠനം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.